കരൂർ ആൾക്കൂട്ട ദുരന്തം നടന്നപ്പോൾ എല്ലാവരും വിചാരിച്ചത് വിജയുടെ രാഷ്ട്രീയ ഭാവി അവിടെ തീർന്നുവെന്നാണ്. TVK എന്ന പാർട്ടി വന്ന പോലെ ഇല്ലാതാകുമെന്നും വിജയ് സിനിമയിലുമില്ല രാഷ്ട്രീയത്തിലുമില്ല എന്ന നിലയിലാകുമെന്നും വിലയിരുത്തലുകളുണ്ടായി. എന്നാൽ അതൊന്നുമല്ല സത്യം. വിജയ് നിലവിൽ മുൻപത്തേതിനേക്കാൾ ശക്തനായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. രാഷ്ട്രീയക്കാരനായ വിജയെ ഒപ്പം കൂട്ടാൻ പാർട്ടികൾ മത്സരിക്കുന്ന കാഴ്ചയാണ് നിലവിൽ തമിഴ്നാട്ടിൽ കാണാനാകുന്നത്. ഇപ്പോൾ AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി വിജയെ ഫോണിൽ ബന്ധപ്പെട്ടു എന്ന വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. വിജയുമായി അദ്ദേഹം 30 മിനിറ്റ് സംസാരിച്ചു എന്നാണ് സൂചന. MK സ്റ്റാലിനെ പരാജയപ്പെടുത്താൻ ഒന്നിച്ചു നിൽക്കാമെന്നാണ് പളനിസ്വാമി പറഞ്ഞത്. എന്നാൽ വിജയ് നിലവിൽ ഈ ആവശ്യം തള്ളിയിട്ടില്ല. അതേസമയം സമ്മതവും അറിയിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വിജയെ സഖ്യത്തിലേക്ക് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പാക്കുകയാണ് AIADMKയുടെ ലക്ഷ്യം. BJPയും ഇതേ ലക്ഷ്യത്തിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. TVK സ്ഥാപകനെ ദിവസങ്ങൾക്ക് മുൻപ് ഒരു മുതിർന്ന BJP നേതാവ് ബന്ധപ്പെട്ടു എന്ന വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. കരൂർ വിഷയത്തിൽ സർക്കാർ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഒറ്റയ്ക്കാകില്ല എന്നാണ് BJP വിജയിയോട് പറഞ്ഞത്. ഒപ്പം ആത്മവിശ്വാസത്തോടെ ഇരിക്കൂ എന്നും താരത്തോട് പറഞ്ഞു. വിജയ് തന്നെ ബന്ധപ്പെട്ട നേതാവിനോട് അപ്പോൾ തന്നെ നന്ദി അറിയിക്കുകയും ചെയ്തു. ഇതൊക്കെ പ്രതിപക്ഷ പാർട്ടികളുടെ കാര്യമല്ലേ? അപ്പോൾ ഭരണപക്ഷമോ? അവരും വിജയെ കടന്നാക്രമിക്കാതെ വിഷയത്തിലൊരു ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. കരൂർ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ TVKയുടെ 2 പ്രാദേശിക നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും 2 സംസ്ഥാന നേതാക്കൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തതല്ലാതെ മറ്റൊരു നടപടിയും DMK സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. എന്തിന്, പൊതുവേദികളിലും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ഒന്നും തന്നെ വിജയ്ക്കെതിരെ അത്ര കടുത്ത നിലപാടും DMK സർക്കാർ സ്വീകരിച്ചില്ല. MK സ്റ്റാലിൻ 2 തവണ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴും BJPയെ രാഷ്ട്രീയമായി ആക്രമിച്ചതല്ലാതെ TVKക്കെതിരെ ഒന്നും തന്നെ പറഞ്ഞില്ല. എന്നാൽ പിന്നീട് മദ്രാസ് ഹൈക്കോടതി കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നു. വിജയ്ക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ലെന്ന് സർക്കാരിനോട് ചോദിച്ചു. സർക്കാരിന് TVKയോട് മൃദു സമീപനമാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് പോലും DMK സർക്കാർ വിജയ്ക്കെതിരെ കേസെടുത്തില്ല. വല്ലാത്തൊരു പ്രിവിലേജ് വിഷയത്തിൽ വിജയ്ക്ക് എല്ലാവരിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്നത് വ്യക്തമാണ്. എന്തിന്, വിജയെ ആദ്യം അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ പിന്നീട് രാഹുൽ ഗാന്ധി വിജയെ വിളിച്ച് പിന്തുണ അറിയിച്ചതോടെ ഈ നിലപാടും തണുത്തു. ചുരുക്കത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ വിജയെ ഭയക്കുന്നുണ്ട്. എന്നാലും എന്താണ് ഇതിന് കാരണം? TVK തമിഴ്നാട്ടിൽ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രവേശനം നടത്തിയതായാണ് BJP വിലയിരുത്തുന്നത്. ജനങ്ങളുടെ മനസ്സിൽ വിജയ്ക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും ഇതിനോടകം തന്നെ സ്ഥാനമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് എല്ലാവർക്കുമുള്ള ഭയത്തിൻ്റെയും കാരണം. വിജയ്ക്കെതിരെ സർക്കാർ തിരിഞ്ഞാൽ ഭാവിയിലൊരു ഇരവാദം ഉന്നയിച്ചു വന്ന് TVK വൻതോതിൽ വോട്ട് പിടിച്ചാലോ, അല്ലെങ്കിൽ തന്നെ കരൂർ ദുരന്തം സർക്കാർ സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് ഇതിനോടകം TVK രാഷ്ട്രീയ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. BJPയും AIADMKയും ഇതേ ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത്. എന്നാൽ വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയപ്പോൾ മുതൽ AIADMKയും BJPയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. വൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. എന്നിട്ടും കരൂർ ദുരന്തം ഉണ്ടായപ്പോൾ ഇരുകൂട്ടരും താരത്തിനെതിരെ തിരിഞ്ഞില്ല. പകരം സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്ത് വിജയെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. വിജയെ AIADMK BJP സഖ്യത്തിലേക്ക് എത്തിച്ച് വലിയൊരു വോട്ട് ഷെയർ ഉണ്ടാക്കി 2026 അധികാരത്തിൽ കയറുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇതിന് പ്രതിഫലമായി വിജയ്ക്ക് ചിലപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം പോലും ലഭിച്ചേക്കാം. അങ്ങനെ വന്നാൽ 2026 തമിഴ്നാടിൻ്റെ മുതലമച്ചർ വിജയ് എന്നത് തീർച്ചയാണ്. ഇതിൻ്റെ ഏറ്റവും പുതിയ നീക്കമാണ് ഇപ്പോൾ എടപ്പാടി പളനിസ്വാമി നടത്തിയത്. എന്നാൽ വിജയ് ഈ സഖ്യനീക്കത്തിൽ BJPക്കും AIADMKയ്ക്കും ഒപ്പം കൂടുമോ എന്നതാണ് സംശയം. എന്തായാലും വന്നവനും പോയവനുമെല്ലാം ഒന്നിച്ച സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പായി, വില്ലൻ അത് സ്റ്റാലിൻ തന്നെ.